ഇന്നലെ തമിഴ്നാട് മുഖ്യമന്ത്രി പുലർച്ചെ തന്നെ അവിടെ എത്തി ഈ മരിച്ചവരുടെ കുടുംബങ്ങളെ കണ്ടതാണ്. അദ്ദേഹം ഈ ചികിത്സാ വിവരങ്ങളൊക്കെ തിരക്കുകയുണ്ടായി. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. കരൂരിൽ നിന്ന് മടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം നിലവിൽ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മൃതദേഹം അത് എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള ഒരു നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നലെ ഈ അപകടം നടന്ന് രാത്രിയോടുകൂടി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരുന്നു. ഏകദേശം ഒരു 12:00-12:30 തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളുള്ളത് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഇടത്താണ്. 15 മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ തുടരുകയാണ്. ഒരേ സമയം 7 പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സൗകര്യമാണ് നിലവിൽ ഈ മെഡിക്കൽ കോളേജിലുള്ളത്. കൂടുതൽ ഡോക്ടർമാരെ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഈ കൂടുതൽ പോസ്റ്റ്മോർട്ടം ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ആശുപത്രിയെ സംബന്ധിച്ച ആശുപത്രി തീർത്തും ഒരു ജനസാഗരമായി മാറിയിരിക്കുന്നു. അതായത് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെയും ഒക്കെ ബന്ധുക്കളെ കൊണ്ട് ഈ ആശുപത്രി പരിസരം ആകെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.